നമസ്കാരം. ജ്യോതിഷ രഹസ്യങ്ങളുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജ്യോതിഷത്തിൽ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരുപാട് ഗ്രഹങ്ങളുള്ളതിൽ ഒരു ഗ്രഹമാണ് വ്യാഴം അഥവാ ഗുരു. വ്യാഴം ധനം, വിദ്യ, ജ്ഞാനം, ആത്മീയത, ഭാഗ്യം എന്നിവയുടെ ഒക്കെയും കാരകത്വമുള്ള ഗ്രഹമാണ്. അപ്പോൾ ഇവിടെ വ്യാഴം അതിൻ്റെ സഞ്ചാര വേഗം വർദ്ധിപ്പിക്കാൻ പോകുന്നു. അതിൻ്റെ ഫലമായി ഭൂമിയിൽ ഒരു അതിവേഗമായ പ്രതിഫലനം ഉണ്ടാകാൻ പോകുന്നു. ഈ വരുന്ന 5-ാം തീയതി മുതൽ, അതായത് ഡിസംബർ 5-ാം തീയതി മുതൽ വ്യാഴത്തിൻ്റെ മിഥുനം രാശിയിലേക്കുള്ള അതിവേഗ നീക്കമാണ് സംഭവിക്കുവാനായി പോകുന്നത്. പ്രത്യേകിച്ച് ഇത് ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഒരു സുവർണ കാലഘട്ടത്തിൻ്റെ വഴിയൊരുങ്ങുകയാണ്. അതിവേഗമായ ഒരു യാത്ര എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കുക. ഒരു സഞ്ചാരം തുടങ്ങുകയാണ്. അപ്പോൾ 5-ാം തീയതി മുതൽ നമ്മെ കാത്തിരിക്കുന്നത് ജ്യോതിഷത്തിൽ ഏറ്റവും ശുഭകരമായ ഒരു യോഗമാണ്. അതായത് ഗജകേസരി യോഗം. ഏറ്റവും ശുഭകരമായ ഒരു യോഗത്തെയാണ് ഇവിടെ 5-ാം തീയതി മുതൽ വ്യാഴം നമുക്കായി പ്രദാനം ചെയ്യാനായി പോകുന്നത്. എന്താണ് ഈ അതിവേഗ സഞ്ചാരം എന്ന് നിങ്ങൾക്ക് ഒന്ന് വിശദമാക്കി തരാം. പൊതുവെ നമ്മൾ പറയുമ്പോൾ വ്യാഴം ഒരു രാശിയിൽ ഏകദേശം ഒരു വർഷമാണ് നിൽക്കാറുള്ളത് അല്ലെങ്കിൽ താമസിക്കാറുള്ളത് എന്ന് പറയാം. എന്നാൽ ചില പ്രത്യേക ഗ്രഹസ്ഥിതികൾ കാരണം വരുമ്പോൾ അതിൻ്റെ സഞ്ചാര വേഗത്തിൽ വ്യത്യാസങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ മിഥുനം രാശിയിൽ ഈ വേഗതയാർന്ന ഒരു പ്രവേശനം കാലയളവ് കുറവാണെങ്കിൽ പോലും തീവ്രത വർദ്ധിപ്പിക്കുക, അതായത് ഫലത്തിൻ്റെ തീവ്രതയാണ് വർദ്ധിപ്പിക്കാൻ പോകുന്നത്. വ്യാഴത്തെ പൊതുവെ ഗുരു ശുഭകാരകൻ, വികാസം ഉണ്ടാക്കുന്ന, അതായത് ആത്മീയമായിട്ടായാലും അതേപോലെ സാമ്പത്തികമായിട്ടായാലും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു വർധനവ് ഉണ്ടാക്കുന്ന ഗ്രഹം, സമ്പത്ത്, ആത്മീയത ഇതൊക്കെ വർദ്ധിപ്പിക്കുന്ന കാരകത്വമുള്ള ഗ്രഹമായിട്ടാണ് പ്രതിനിധീകരിക്കുന്നത്. ഇത് മിഥുനം രാശിയുടെ കാര്യത്തിലേക്ക് വന്നാൽ ബുദ്ധിയുടെ ആശയവിനിമയത്തിന്റെ രാശിയാകുന്നു മിഥുനം രാശി. അപ്പോൾ ഇത് ഇരട്ട സ്വഭാവമുള്ളൊരു രാശി കൂടിയാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള മാറ്റങ്ങൾക്കും ചലനാത്മകതയ്ക്കും സാധ്യത ഏറെയായിട്ടുണ്ട്. അപ്പോൾ ആ വ്യാഴമാണ് മിഥുനം രാശിയിലേക്ക് വേഗതയാർന്ന ഒരു പ്രവേശനത്തിന് ഡിസംബർ 5-ാം തീയതി മുതൽ ഒരുങ്ങുന്നത്. അപ്പോൾ വ്യാഴത്തിന്റെ ജ്ഞാനവും മിഥുനത്തിന്റെ ബുദ്ധിപരമായ വേഗതയും കൂടി ഒന്നിക്കുമ്പോൾ ആശയവിനിമയ രംഗത്തും സാമ്പത്തിക കാര്യങ്ങളിലും ഉണ്ടാകുന്ന ഒരു വലിയ മുന്നേറ്റത്തെയാണ് ഇവിടെ നമുക്ക് ദർശിക്കാനാകുന്നത്, അല്ലെങ്കിൽ ഇവിടെ സാധ്യതയായി വരുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കുക, ഡിസംബർ 5-ാം തീയതി മുതൽ ഈ ഒരു അതിവേഗ സഞ്ചാരം നമ്മളെ ഏതൊക്കെ രീതിയിലാണ് ബാധിക്കുന്നത്. ഗജകേസരി യോഗമാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ ഇത് ഗജകേസരി യോഗം എന്താണെന്നത് കൂടി ഒന്ന് പറയാം. ഗജം എന്നാൽ എന്താണ്? ആന. കേസരി സിംഹം. അപ്പോൾ ആനയുടെ ശക്തിയും സിംഹത്തിന്റെ ധൈര്യവും അതേപോലെ തേജസ്സും ഒരുമിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഒരുമിക്കുന്ന ആ ഒരു വേളയിൽ സൃഷ്ടിക്കപ്പെടുന്ന രാജകീയ ഒരു യോഗം, അതിനെയാണ് ഗജകേസരി യോഗം എന്ന് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. മനസ്സ്, ശക്തി, മാനസിക ഒരു മാറ്റം എന്നിവയുടെയൊക്കെ കാരകത്വമുള്ള ഗ്രഹമാണ് ചന്ദ്രൻ. അപ്പോൾ ചന്ദ്രൻ ഇവിടെ വ്യാഴം വരുമ്പോൾ, അതായത് ചന്ദ്രന്റെ കേന്ദ്രത്തിൽ വ്യാഴം വരുമ്പോൾ ഈ യോഗം രൂപപ്പെടുന്നുണ്ട്, അതായത് ഗജകേസരി യോഗം. അപ്പോൾ ഈ ഒരു സമയത്ത് മനസ്സിനൊരു വ്യക്തത ഉണ്ടാവുകയും വ്യാഴത്തിന്റെ അനുഗ്രഹം കൂടി വന്നു ചേരുന്നു. എല്ലാ നക്ഷത്രക്കാർക്കും ഇത് മാറ്റങ്ങൾ പ്രദാനം ചെയ്യുമെങ്കിൽ പോലും സാമ്പത്തിക സ്ഥിതിയിൽ ഒരു അപ്രതീക്ഷിത വളർച്ച, കർമ്മ മേഖലയിൽ നേട്ടം, ബിസിനസ്സിൽ നേട്ടം, അല്ലെങ്കിൽ ജോലിയിൽ സ്ഥാനക്കയറ്റം, സമൂഹത്തിൽ ആദരവ്, ജോലിയുമായി ബന്ധപ്പെട്ട് ആദരവ്, പ്രശസ്തി, അംഗീകാരം, മനസ്സിന് ശാന്തത, സമാധാനം, ഉണർവ്, ഇതൊക്കെയാണ് ഇവിടെ ഗജകേസരി യോഗത്തിന്റെ പൊതുഫലമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇത് ഓരോ രാശിക്കാർക്കും അത് വ്യത്യസ്ത രീതിയിലായിരിക്കും പ്രതിഫലനം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓരോ രാശിക്കാർക്കും ഗജകേസരി യോഗം എങ്ങനെയാണ് അനുഭവത്തിൽ വരുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ പ്രതിപാദിക്കാനായി പോകുന്നത്. മേടം രാശിക്കാർക്ക് സംസാരത്തിനും ആശയവിനിമയത്തിലും നേട്ടമുണ്ടാകും. പുതിയ കരാറുകളിൽ ഒക്കെ സൈൻ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നതാണ്. ചെറിയ യാത്രകൾ പോലും വളരെയധികം ഫലം ഉണ്ടാക്കും. ഇതാണ് ഇവിടെ മേടം രാശിയുടെ ഫലമായി വരുന്നത്. 5-ാം തീയതി മുതൽ ഗജകേസരി യോഗം രൂപം കൊള്ളുന്നതിനാൽ തന്നെ ഇടവം രാശിയുടെ കാര്യത്തിലേക്ക് വന്നാൽ ധനഭാവത്തിലാണ് വ്യാഴത്തിന്റെ സ്വാധീനം ചെലുത്തപ്പെടുന്നത്. സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു മെച്ചമുണ്ടാകും. കുടുംബത്തിൽ സന്തോഷം, സമാധാനം, ഐക്യം എന്നിവ വർദ്ധിക്കും. ഇനി മിഥുനം രാശിയിലേക്ക് വന്നാൽ നിങ്ങളുടെ ലഗ്നത്തിലാണ് വ്യാഴം വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആരോഗ്യവും ആത്മവിശ്വാസ വർധനവിനും വഴിയൊരുക്കും. പുതിയൊരു ജീവിത ലക്ഷ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൈവരിക്കുവാനായി സാധിക്കും. കർക്കിടകം രാശി ചിലവ് ഭാവത്തിൽ വരുന്നതിനാൽ തന്നെ വിദേശ യാത്രയ്ക്കൊക്കെയുള്ള ഭാഗ്യമൊക്കെ കാണുന്നുണ്ട്. ആത്മീയ കാര്യങ്ങൾക്കായി പണം ചിലവഴിക്കും.
കിടപ്പ് രോഗികൾ എന്ന്, അതായത് പൂർണ്ണമായി കിടന്നു വളരെയധികം ശാരീരിക വ്യതകൾ അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്നൊരു ആശ്വാസമൊക്കെ ഉണ്ടാകുന്നതാണ് 5-ാം തീയതി മുതൽ. ചിങ്ങം രാശിക്കാരുടെ ലാഭഭാവത്തിലാണ് വ്യാഴം അതിശക്തനാകുന്നത്. അപ്പോൾ ഇവിടെ ഒരു വരുമാന മാർഗത്തിൽ വർധനവുണ്ടാകും. സാമൂഹിക ബന്ധങ്ങളൊക്കെ ഒന്നുകൂടി മെച്ചപ്പെടുകയും ദൃഢമാകും. സുഹൃത്തുക്കളുടെ സഹായം പല കാര്യങ്ങളിൽ നിങ്ങൾക്ക് വന്നു ചേരും. ഈ കന്യരാശിക്കാർക്കും കർമ്മസ്ഥാനം, അതായത് 10-ാം ഭാവമാണ് വ്യാഴം വരുന്നത്. അപ്പോൾ തൊഴിലിൽ വലിയ മാറ്റങ്ങൾ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. ജോലിയിൽ ഒരു സ്ഥാനക്കയറ്റം, ബിസിനസ്സിലും ആണെങ്കിൽ ഒരു കയറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്. പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങുവാനുള്ള അവസരം കൂടി ഡിസംബർ 5-ാം തീയതി മുതലുള്ള സമയം നിങ്ങൾക്ക് ആരംഭത്തിൽ വരുന്നു. കാരണം ഗജകേസരി യോഗമാണ് ഇവിടെ രൂപം കൊള്ളുന്നത്. തുലാം രാശിയുടെയും ഭാഗ്യഭാവത്തിലാണ് വ്യാഴം ശക്തി പ്രാപിക്കുന്നത്. അപ്രതീക്ഷിത ഭാഗ്യവും പിതാവിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നും ചില ധനസഹായം എന്ന് മാത്രമല്ല ചില സഹായങ്ങൾ വന്നു ചേരും. വിദേശ വിദ്യാഭ്യാസത്തിനുള്ള യോഗ്യത കാണുന്നുണ്ട്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കുള്ള പ്രതികൂല അവസ്ഥകളൊക്കെ മാറി നിങ്ങൾക്ക് അനുകൂലമായ ഒരു ഫലം വന്നു ചേരും. വൃശ്ചിക രാശിക്കാർക്ക് അഷ്ടമഭാവത്തിൽ വ്യാഴം വരുന്നത് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കിയേക്കെ എങ്കിൽ പോലും ഇവിടെ ഒരു മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് സയന്റിസ്റ്റൊക്കെ ആയിട്ട് ഗവേഷണ മേഖലയിലേക്ക് പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ്. പാരമ്പര്യ സ്വത്തുകളൊക്കെ ലഭിക്കുന്നതിന് തടസ്സം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറി അനുകൂലമാകും. ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് നിങ്ങളൊന്ന് ശ്രമിക്കുക. ഇനി ധനുരാശിക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ പങ്കാളിത്ത ഭാവം, അതായത് 7-ാം ഭാവം വ്യാഴം ഇവിടെ 7-ാം ഭാവത്തിലാണ് വരുന്നത്. ദാമ്പത്യ ബന്ധങ്ങളൊക്കെ കൂടുതൽ ദൃഢമാകുന്ന, ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകുന്ന ഒരു സമയമാണ്. ബിസിനസ് ചെയ്യുമ്പോഴും പങ്കാളിത്ത ബിസിനസ്, അതായത് പാർട്ണർഷിപ്പിലൊക്കെ ചെയ്യുന്ന ആളുകൾക്കും ഇവിടെ ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു വർധന ഉണ്ടാകുന്ന സമയം. മകരം രാശി രോഗഭാവത്തിൽ ഉള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. എങ്കിലും ആരോഗ്യകാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. മത്സര പരീക്ഷകളിലൊക്കെ വിജയം ഉണ്ടാകും. ശത്രുക്കളെ കീഴ്പ്പെടുത്തുവാനായി നിങ്ങൾക്ക് സാധിക്കും. കടങ്ങളൊക്കെ ഒരു പരിധി വരെ വീട്ടുവാനുള്ള ധനം കയ്യിലേക്ക് വന്നു ചേരും. ഈ കുംഭം രാശി, അതായത് വിദ്യാഭാവം 5-ാം ഭാവത്തിലാണ് ഇവിടെ വ്യാഴം വന്നു ചേരുന്നത്. വ്യാഴം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ വർദ്ധിക്കുന്നതിന് സഹായിക്കും. പ്രണയബന്ധങ്ങളിൽ പുരോഗതി ഉണ്ടാകും. കുഞ്ഞുങ്ങളില്ലാതെ വലയുന്ന ദമ്പതികൾക്ക് സന്താനഭാഗ്യത്തിനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. മീനം രാശി 4-ാം ഭാവത്തിലാണ് വരുന്നത്. അപ്പോൾ സൗകര്യങ്ങളൊക്കെ വർദ്ധിക്കും. സുഖസ്ഥാനത്തിന്റെ ശക്തി വർദ്ധിക്കും. വീട്, വാഹനം എന്നിവയൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. കുടുംബത്തിൽ സന്തോഷം, സമാധാനം ഉണ്ടാകും. അമ്മയുടെ ആരോഗ്യ കാര്യങ്ങളെ ഓർത്ത് മനസ്സിൽ വിഷമം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വിഷമങ്ങളൊക്കെ മാറി പുരോഗതി വന്നു ചേരുന്നതാണ്. അപ്പോൾ ഒരു സുവർണ അവസരമാണ് വന്നു ചേരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് എന്ത് ചെയ്യണം? പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അതിനുള്ള ചില ലളിതമായ പരിഹാരങ്ങൾ കൂടി ഇവിടെ ഒന്ന് പറഞ്ഞേക്കാം. നിങ്ങളുടെ ഗുരുക്കന്മാരെയും അതേപോലെ പ്രായമായ നിങ്ങളെക്കാൾ വയസ്സിന് മുതിർന്ന ആളുകളെയും ബഹുമാനിക്കുക. അവർക്ക് ദക്ഷിണ നൽകുക. അവരുടെ കാല് തൊട്ട് വന്ദിക്കുന്നത്, അവരുടെ അനുഗ്രഹം വാങ്ങുന്നതും ഒക്കെ വ്യാഴത്തിന്റെ അനുഗ്രഹത്തിന് തുല്യമാണ് എന്ന് കരുതി അവരെ പൂജിക്കുക, അവരെ വന്ദിക്കുക. അവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യുക. വല്ലപ്പോഴൊക്കെ അവരെ പോയി കാണുക. മുത്തശ്ശിയെ ആകട്ടെ, അതേപോലെ പഠിപ്പിച്ച ഗുരുക്കന്മാരെയൊക്കെ വന്ദിക്കുക. അതേപോലെ വ്യാഴാഴ്ച വ്രതം എടുക്കുന്നത് ഉത്തമമാണ്. ഗുരുവിന്റെ നാമം ജപിക്കുക. ഓം നമഃ ശിവായ എന്ന മന്ത്രോച്ചാരണമൊക്കെ ജപിക്കുന്നതും വ്യാഴാഴ്ച ദിവസം ഏറ്റവും ഉത്തമമായ ഫലം നൽകും. അതേപോലെ മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ, മഞ്ഞൾ, കടല, ഇനി വസ്ത്രങ്ങൾ, മഞ്ഞ വസ്ത്രങ്ങൾ ഇതൊക്കെ ദാനം ചെയ്യുന്നതും വ്യാഴത്തിന്റെ ദോഷങ്ങളൊക്കെ കുറയുന്നതിന് പ്രത്യേകം നിങ്ങളെ സഹായിക്കുന്നതാണ്. വ്യാഴത്തിന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം, ഉദാഹരണത്തിന് ഒരു ക്ഷേത്രം പറയുകയാണെങ്കിൽ ആലുവയിലെ പെരുമ്പാവൂർ ധർമ്മശാസ്ത്ര ക്ഷേത്രം പോലെയുള്ള ക്ഷേത്രങ്ങളിൽ നിങ്ങൾക്ക് ദർശനം നടത്തുന്നത്, അതായത് ധർമ്മശാസ്താവിനെ പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെയധികം ഉത്തമമാണ്. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൽ വ്യാഴപ്രതിഷ്ഠയുണ്ട്. അവിടെ ധർമ്മശാസ്താവിനെയാണ് ഏറ്റവും പ്രാധാന്യം കൊടുത്ത് പ്രാർത്ഥിക്കുന്നതെങ്കിൽ പോലും വ്യാഴത്തിന്റെ പ്രതിഷ്ഠ കൂടിയുള്ള ക്ഷേത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ നവഗ്രഹ പ്രീതി വരുത്തുക, ഇതൊക്കെ ചെയ്യുന്നത് വളരെയധികം ഫലങ്ങൾ ലഭിക്കുന്നതിന് സഹായിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കുക, ഡിസംബർ 5 മുതൽ ആരംഭിക്കുന്ന ഈ വ്യാഴത്തിന്റെ ഒരു അതിവേഗ സഞ്ചാരമാണ്. ശുഭകരമായ ഗജകേസരി യോഗത്തെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് സമ്മാനിക്കുന്നത്. അപ്പോൾ ഇത് ജീവിതത്തിൽ ധനം, അതേപോലെ ആരോഗ്യം, ആത്മവിശ്വാസം, വിജയം എന്നിവയുടെ ഒരു പുതിയ അധ്യായത്തിനെയാണ് തുടക്കം കുറിക്കാനായി പോകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ ഗ്രഹങ്ങളുടെയും നീക്കങ്ങൾ, ചലനം സംഭവിക്കുമ്പോൾ നമുക്കൊരു ദിശാബോധമാണ് അതിലൂടെ തെളിയുന്നത്. എന്നാൽ നമ്മുടെ കർമ്മമാണ് അവസാനത്തെ വിധി നമ്മളിൽ നിശ്ചയിക്കുന്നത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കുക. ശുഭകരമായ സമയത്തെ നല്ല ചിന്തകളോടും കഠിനാധ്വാനത്തോടു കൂടി നമ്മൾ നേരിടുകയാണെങ്കിൽ എല്ലാ ഭാവുകങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും. ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകും, സന്തോഷം ഉണ്ടാകും. അപ്പോൾ ഈ ഒരു വീഡിയോ ഏവർക്കും ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു. കൂടാതെ വളരെയധികം മാറ്റം, ഗജകേസരി യോഗം, വ്യാഴത്തിന്റെ ഒരു അതിവേഗ ചലനം വളരെ മാറ്റത്തെയാണ് ഡിസംബർ 5-ാം തീയതി മുതൽ ഓരോ രാശിക്കാർക്കും, 12 രാശിക്കാരുടെ കാര്യം വിശദമാക്കിയിട്ടുണ്ട്. നടത്തേണ്ട വഴിപാടുകളെ കുറിച്ച് വിശദമാക്കിയിട്ടുണ്ട്. നിങ്ങൾ കഠിനമായി അധ്വാനിക്കുക, അതോടൊപ്പം തന്നെ ഭഗവാനെ പ്രാർത്ഥിക്കുക, പ്രീതനാക്കുക. ഈ അനുഗ്രഹങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു ചേരും.